രണ്ടാമത്തത് ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് ഉന്നയിച്ച ആരോപണമാണ്. ഞങ്ങൾ തുടരെ ഞങ്ങൾ രണ്ടുപേര് രണ്ടായിട്ട് ആരോപണം ഉന്നയിക്കുന്നതിനെ കുറിച്ചായിരുന്നു മന്ത്രി MP രാജേഷിന് വിഷമം. അത് പണ്ടും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം സ്പ്രിംഗ്ലർ ആരോപണം ഉന്നയിച്ചപ്പോൾ രണ്ടാമത് പത്രസമ്മേളനം നടത്തിയത് ഞാനാണ്. എല്ലാ ആരോപണവും ഈ ബ്രൂവറിയുടെ ആരോപണം അന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തി. ആദ്യം പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത്, രണ്ടാമത് നടത്തിയത് ഞങ്ങളെല്ലാം. ഇതാണ് അതുകൊണ്ട് കൂടി ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ഇങ്ങ് വന്നത്. ആ വിഷമം മന്ത്രിയുടെ മാറിക്കോട്ടെ. പിന്നെ മന്ത്രി ഇന്നലെ പറഞ്ഞെന്താ? ഇന്നലെ പറഞ്ഞത് കണ്ടില്ലേ, ഇന്ന് നിയമസഭ തുടങ്ങി, ഈ ആരോപണം ഉന്നയിച്ചില്ല, അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. ഇന്നലെ എന്താ കാര്യം? ഒന്ന് മന്ത്രി പാർലമെന്ററി കാര്യ മന്ത്രി കൂടിയാണ്. എൻ്റെ മന്ത്രി ഈ അഴിമതി ആരോപണം അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിക്കാൻ പറ്റുമോ? ആ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഒന്ന് മറച്ചു നോക്ക്. അഴിമതി ആരോപണം അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിക്കാൻ പാടില്ല, എഴുതി കൊടുത്തിട്ടേ ഉന്നയിക്കാൻ പാടുള്ളൂ. അപ്പം ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിക്കും. ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ല, അദ്ദേഹം ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ദൂരെയാണ്. ഇന്ന് അദ്ദേഹം വന്ന് ഇന്ന് ഉന്നയിച്ചു. ഇന്നലെ ഉന്നയിക്കാത്തതുകൊണ്ട് ഇതില്ലെന്ന് കാറ്റിപ്പോയെന്ന്. ഒരു മറുപടിയില്ല. അദ്ദേഹം അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയും. പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് പിന്നെ അതിന് മുമ്പേ തന്നെ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ഒന്ന്, പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം ഇപ്പോൾ CNTG റിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഉന്നയിച്ച ആരോപണത്തിൻ്റെ ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ്ഡാണ്. അതാണ് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല പറയും, ഈ കേരളം മുഴുവൻ സമരം നടത്തി അവിടെ വെള്ളം ഊറ്റുന്നതിനെതിരായി കൊക്കോല കമ്പനിക്കെതിരായി സമരം നടത്തി ആ കമ്പനിയെ ഇവിടുന്ന് പറഞ്ഞയച്ചതാണ്. അവിടെയാണ് അതിനേക്കാൾ കൂടുതൽ വെള്ളം ഊറ്റുന്ന. അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ ആരോപണങ്ങളൊക്കെ അതിനൊരു മറുപടി വാസ്തവത്തിൽ അവർക്ക് പറയാനുണ്ടെന്ന് തോന്നുന്നില്ല. ടെൻഡർ ചെയ്തിട്ടില്ല, ബാക്കിയില്ല, ഒന്നുമില്ല, നേരെ കൊടുത്തിരിക്കുകയാണ്. ഇനി അതിൻ്റെ വേസ്റ്റ് വേറെ ഉണ്ടാവും, ഇതിൻ്റെ വീട്ടുന്നതിൻ്റെ വേസ്റ്റ് വേറെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും നോക്കാത്ത ഈ നടപടി എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് മറുപടി അവർ പറഞ്ഞിട്ടില്ല. ഇന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. കേട്ടതിന് ശേഷം ബാക്കി പറയാം. നിയമസഭാ ചട്ടങ്ങൾ 285 അനുസരിച്ചാണ് ഞാനിന്നൊരു അഴിമതി ആരോപണം എഴുതി ഉന്നയിച്ചിട്ടുള്ളത്. ഈ അഴിമതി ആരോപണം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പാലക്കാട്ടെ കുടിവെള്ള ക്ഷാമം നേരിടുന്ന മഴനിഴൽ പ്രദേശമായ കഞ്ചിക്കോട്, പുതുശ്ശേരി, എലപ്പുള്ളി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കൊക്കക്കോള പ്ലാന്റ് പ്ലാച്ചിമടയിൽ അടച്ചുപൂട്ടാൻ വേണ്ടി സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇടതുപക്ഷ മുന്നണി. അന്ന് ആ സമരത്തിൻ്റെ ഫലമായി കൊക്കക്കോള കമ്പനി അടച്ചുപൂട്ടി. അന്ന് പറഞ്ഞിരുന്നത് സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല, നെല്ലറയായ പാലക്കാട്ടെ കർഷകർക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്നാണ്. അതേ ആളുകളാണിപ്പോൾ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് എത്തനോൾ പ്ലാന്റ്, മൾട്ടി ഫ്രീഡ്സ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ മോട്ടിലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈൻ പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിനുള്ള അനുവാദം കൊടുത്തത്. ഇതാണ് ക്യാബിനറ്റ് എടുത്ത തീരുമാനത്തിൻ്റെ ശേഷം ഇറക്കിയ സർക്കാർ ഉത്തരവ്. വാസ്തവത്തിൽ ഈ സർക്കാർ ഉത്തരവിൽ ഈ കമ്പനിയെ പുകഴ്ത്തുകയാണ്. എത്രയോ സർക്കാർ ഉത്തരവുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ സർക്കാർ ഉത്തരവിൽ പറയുന്നത് ഈ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ പറ്റിയാണ് പറയുന്നത്. ഈ കമ്പനിയെപ്പറ്റി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നേരത്തെ, ഡൽഹിയിലെ മദ്യനയ കേസിൽ ഇതിൻ്റെ ഒരു ഡയറക്ടർ പ്രതിയാണ്. പഞ്ചാബിൽ അവിടെ വെള്ളം മലിനപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ അവരുടെ കയ്യിലുണ്ട്. ആ കമ്പനിയാണ് ഏറ്റവും ക്രെഡിബിളായിട്ടുള്ളൊരു കമ്പനിയാണെന്നും മധ്യപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്,
ഉത്തർപ്രദേശ് എന്നീ സ്ഥലങ്ങളിൽ 20 വർഷമായി അവരുടെ പ്രവർത്തന പാരമ്പര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് തുടങ്ങാനുള്ളത്. ഈ കമ്പനിയെ എങ്ങനെ ഇവർ തിരഞ്ഞെടുത്തു? 2018-ൽ 3 ഡിസ്റ്റിലറികളും 3 ബ്രൂവറികളും 1 ഡിസ്റ്റിലറിയും ആരംഭിക്കാനുള്ള തീരുമാനമെടുത്ത് അന്നത്തെ പ്രതിപക്ഷം ശക്തമായി എതിർത്തതുകൊണ്ട് അത് പിൻവലിക്കേണ്ടി വന്നു. ആ പിൻവലിച്ചതിന് ശേഷം ഒരു നിയമ നടപടിയും ചട്ടങ്ങളും പാലിക്കാതെയാണ് അന്ന് എഴുതി കൊടുത്തത്. ഇപ്പോൾ ഇതിനു വേണ്ടി എന്തായി? മദ്യനയം രൂപീകരിച്ചു. അത് കഴിഞ്ഞ് ക്യാബിനറ്റിൽ കൊണ്ടുപോയി. ക്യാബിനറ്റ് ഇപ്പോൾ അനുമതി കൊടുത്തിരിക്കുകയാണ്. എലപ്പുള്ളി പഞ്ചായത്തിൻ്റെ അനുമതിയില്ല. വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാമെന്ന് ഒരിടത്തും പറഞ്ഞു. ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ ആളുകളുടെ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്, അവർ വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ കിൻഫ്ര പാർക്കിലേക്ക് മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊടുക്കാൻ പോലുമില്ല. അവിടെ കുടിവെള്ളം കിട്ടുന്നില്ല. ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇത്രയും വലിയ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത്. പ്രതിദിനം 5 ലക്ഷം ലിറ്റർ കുടിവെള്ളം ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. ആദ്യത്തെ റൗണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും കൂടും. 80 മില്യൺ വരെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഇത് മാറും. അവിടെ കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഇപ്പോൾ കിൻഫ്ര പാർക്കിലെ പല വ്യവസായങ്ങൾക്കും വെള്ളമില്ല. എന്തിനേറെ ജവാൻ എന്ന് പറയുന്ന പോപ്പുലർ ബ്രാൻഡായ മദ്യം കേരള ഗവൺമെൻറ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആ മദ്യം നിർമ്മിക്കാൻ പോലും അവിടുത്തെ പ്ലാന്റിന് ഇതുവരെ വെള്ളം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ജവാൻ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ പ്ലാന്റാണ്. ഗവൺമെൻറ്റിൻ്റെ മലബാർ ഡിസ്റ്റിലറീസ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിന് പോലും വെള്ളം കിട്ടുന്നില്ല. അപ്പോഴാണ് പറയുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തും. റെയിൻ ഷാഡോ ഏരിയ ആണിത്. മഴനിഴൽ പ്രദേശത്ത് എത്ര ശതമാനം വെള്ളം കിട്ടുമെന്ന് ഇവർ പഠിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ടോ? ഭൂഗർഭ ജലത്തിൻ്റെ അളവ് പരിശോധിച്ചിട്ടുണ്ടോ? അതുമാത്രമല്ല, ഈ കമ്പനിയെ എങ്ങനെ തിരഞ്ഞെടുത്തു? ഇപ്പോൾ പറയുന്നത് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ധാരാളം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ കമ്പനികളുടെ പിന്തുണയുണ്ടെന്നാണ് പറയുന്നത്. ഏത് ഓയിൽ കമ്പനിയാണ് ഇവരെ പിന്തുണച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. രാജ്യത്ത് നിരവധി ഓയിൽ കമ്പനികളുണ്ട്, പ്രൈവറ്റ് ഓയിൽ കമ്പനികളുണ്ട്. അവരാരെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ പേരിൽ അവരെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു? വളരെ ഗൗരവമായ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തെലങ്കാനയിലെ കഴിഞ്ഞ ഗവൺമെൻറ് ചന്ദ്രശേഖർ റാവുവിൻ്റെ ഗവൺമെൻറ് ഇതിൻ്റെ പിന്നിലുണ്ട്. ചന്ദ്രശേഖർ റാവു ഈ ഇടപാടിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ ആ ഇടപാടും മുഖ്യമന്ത്രിയും ചന്ദ്രശേഖർ റാവുവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. ഞാൻ ഇപ്പോഴേ അത്രമാത്രമേ പറഞ്ഞു നിർത്തുന്നുള്ളൂ. അതിൻ്റെ പിന്നിൽ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവും അവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ ഗവൺമെൻറ്റും തമ്മിലൊരു ഒളിച്ചുകളി ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒയാസിസ് എന്ന് പറയുന്ന കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ ഇവർ തിരഞ്ഞെടുത്തത്. ആ കമ്പനിയെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിനകത്ത് ഫേവറേറ്റിസമുണ്ട്, നെപ്പോട്ടിസമുണ്ട്. അതുകൊണ്ട് ഇത് കറപ്ഷനാണെന്ന് ഞങ്ങൾ പറയുന്നു. ഈ അഴിമതി ആരോപണം വളരെ ഉത്തരവാദിത്വത്തോടെ നിയമസഭയിൽ എഴുതി കൊടുത്ത് പ്രതിപക്ഷം തീരുമാനിച്ചതിനനുസരിച്ച് ഞാൻ എഴുതി കൊടുത്തതാണ്. പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞത് ശരിയാണ്. ഇന്നലെ ഞാൻ എൻ്റെ ഗാന്ധിഗ്രാം പരിപാടി നേരത്തെ തീരുമാനിച്ചു പോയതാണ്. എല്ലാ വർഷവും ജനുവരി 1-ാം തീയതി നടത്തേണ്ട മൻമോഹൻ സിംഗിൻ്റെ മരണം കാരണം മാറ്റിവെച്ചതാണ് ഇന്ന് 21. അത് മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്നലെ വരാതിരുന്നത്. അത് വളരെ ഉത്തരവാദിത്വ ബോധത്തോട് ഞങ്ങൾ ഉന്നയിക്കുന്നു. ഗവൺമെൻറ് ജനനന്മയെ കരുതി ഇത് പിൻവലിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുക. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. എൻ്റെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ ഇത് വരാത്തതിൽ എനിക്ക് ആശ്ചര്യമുണ്ട്. കേരളത്തിലെ 89 സ്ഥലങ്ങൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവാണ്. ജ്യോതിലാൽ ഇറക്കിയ ഉത്തരവാണ്. ജ്യോതിലാൽ ഏത് ഉത്തരവും ഏത് സമയത്തും ഇറക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഇത് എൻ്റെ ഇറക്കാനുള്ള കാരണം ഇവിടെ 89 സ്ഥലത്ത് വൈൻ പാർലറും ബിയർ പാർലറും അനുവദിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. കാരണം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വെച്ചാൽ മാത്രമേ, എൻ്റെ പേരുകളൊന്നും തന്നെ ഇത്ര 89 സ്ഥലമുണ്ട്.
ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചാൽ മാത്രമേ 89 സ്ഥലങ്ങൾ വൈൻ പാർലറുകളും ബിയർ പാർലറുകളും അനുവദിക്കാൻ കഴിയൂ. ഇതുകൂടി ചേർത്ത് വായിക്കണം. നാട്ടിൽ മദ്യം ഒഴുക്കുകയാണ്. അനാവശ്യമായി ആവശ്യമില്ലാത്തടത്തെല്ലാം ഇത് കൊടുത്ത് ഇതുകൊണ്ടൊന്നും ടൂറിസ്റ്റുകൾ വരുന്നില്ല. ടൂറിസ്റ്റുകൾ വരുന്നത് ഇതിനു വേണ്ടിയാണോ വരുന്നത്? ഒന്നുമല്ലല്ലോ. അപ്പോൾ വളരെ ബോധപൂർവമായി ഇതിൻ്റെ എല്ലാം പിന്നിൽ കൊടിയ അഴിമതിയുണ്ട്. ആ അഴിമതി അന്വേഷിക്കണം. ഇപ്പോഴും എൻ്റെ കേസ്, കഴിഞ്ഞ ബ്രൂവറി രജിസ്റ്ററി കേസ് ഇപ്പോഴും ഹൈക്കോടതി സ്റ്റേ ചെയ്ത് കിടക്കുകയാണ്. എൻ്റെ തിരുവനന്തപുരം വിജിലൻസ് കോടതി പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞ കേസാണ്. കാരണം ഈ തീരുമാനമെടുത്തത് 2018 മുമ്പായിരുന്നു. ഈ തീരുമാനം ഏതെങ്കിലും മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവരുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ അനുവാദം വേണമെന്നുള്ള തീരുമാനം 2018 എടുത്തത്. അതുകൊണ്ടാണ് ഗവർണർ എനിക്ക് തരാതെ അതിനെ ചോദ്യം ചെയ്ത് ഞാൻ. കാരണം ഈ തീരുമാനം എടുക്കുന്നതിന് ശേഷമാണ് ആ ഉത്തരവ് പാർലമെൻറ്റ് പാസ്സാക്കിയത്. അപ്പോൾ ഇപ്പോഴും കോടതിയിൽ നിൽക്കുന്ന എൻ്റെ കേസ് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇതുപോലെ ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് 600 കോടി രൂപയുടേതാണ്. കോടിയെന്ന് കേട്ടാൽ ഇടതുപക്ഷത്തിന് ഇപ്പോൾ വലിയ സ്നേഹമാണ്. കോടിയെന്ന് കേട്ടപ്പോഴത്തേക്ക് ഇവർക്ക് താല്പര്യം കൂടി. അങ്ങനെയാണ് ഇത് അനുവദിച്ചത്. ഇതിനെ ശക്തമായി തന്നെ ഞങ്ങൾ എതിർക്കും. ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു.